ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിയുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ നയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെയും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. ആമേൻ. അല്പനേരം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ ആ ഒരു സാന്നിധ്യത്തെ വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ അല്പനേരം നമുക്ക് ഹല്ലേലൂയ ആരാധിക്കാം. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇന്നയോളം എന്നെ നടത്തിയല്ലോ, മന്ന തന്നെന്നെ നീ പോറ്റിയല്ലോ, തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിടും. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? അപ്പാ, ഇന്നയോളം എന്നെ നടത്തി, മന്ന തന്നെന്നെ പോറ്റി നീ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ തന്നിടും സകലവും അന്ത്യം വരെ നന്ദിയോടെ ഞാൻ പാടിടും. ഹല്ലേലൂയ. ഓ ീ
ഒന്ന് മുങ്ങിടുവാൻ ഒന്ന് ചേർന്ന് പാടാമോ? മുട്ടോളം അല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടും. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ആ കരങ്ങളെയെല്ലാം ഉയർത്തി ഓ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ചേർന്ന് പാടാമോ? യേശുവേ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഇന്ന് പകൽക്കാലം ചേർന്ന് പാടാമോ? മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങി. ഇത് പറയാമോ? അപ്പാ അങ്ങിലൊന്ന് മുങ്ങിടുവാൻ. യേശുവേ മുട്ടോളം അല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായി. നിന്റെ സ്നേഹത്തിന്റെ വീതിയോ, നിൻ സ്നേഹത്തിന്റെ വീതിയോ, നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയോട് പാടാമോ? നിൻ സ്നേഹത്തിന്റെ വീതിയോ, നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയോട് പാടാമോ? മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ. അപ്പാ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ. അങ്ങിന്റെ പകൽക്കാലം പറയുമോ? അപ്പാ അങ്ങയുടെ അഗ്നിയാൽ, അങ്ങയുടെ ശക്തിയാൽ, അപ്പാ അങ്ങയുടെ ജീവനാൽ എന്നെ നിറയ്ക്കണമേ അപ്പാ. ഇന്ന് ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നിട്ട് മടങ്ങി പോകുവാൻ വേണ്ടിയല്ല, എന്നാൽ ചിലതൊക്കെ പ്രാപിച്ച് പോകുവാൻ വേണ്ടി, ചിലതൊക്കെ അനുഭവിച്ച് പോകുവാൻ വേണ്ടി. അതുകൊണ്ട് ചേർന്ന് പാടാമോ? അപ്പാ അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ അഗ്നിയാൽ, അങ്ങയുടെ ജീവനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഓ നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ. അങ്ങേ ഘോഷിക്കൂ ഒരിക്കൽ കൂടി. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, അപ്പാ അങ്ങയുടെ ജീവനാൽ ഒന്ന് നിറയ്ക്കണമേ. ഉടനമശതരേ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല ഓ ശരധരേ അരയോളവും പോരപ്പാ, അങ്ങിലൊന്ന് മുങ്ങിടുവാൻ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാം അപ്പാ എന്റെ മുട്ടോളം പോരാ, എന്റെ അരയോളം പോരാ, എനിക്ക് അങ്ങിൽ മുങ്ങിടുവാൻ. എന്നിൽ ആ സാന്നിധ്യം കവിഞ്ഞൊഴുകുവാൻ, എന്നിൽ ആ സാന്നിധ്യം കവിഞ്ഞൊഴുകുവാൻ. ഉടനവശാധരാധന റിഖമനവശാധരാധന ഹസുരാറികൾ പ്രൗഢമാനവ റിഖമന വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ഹന്ന മനോവ്യസനത്തോടെ നിലവിളിച്ചതുപോലെ, മനോവ്യസനത്തോടെ കരഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഒന്ന് കരയാൻ കഴിയും അപ്പാ. എന്റെ വിഷയത്തിന് മധ്യേ അപ്പന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങണേ അപ്പാ. അല്ലിയ മടങ്ങിക്കിടക്കുന്ന വിഷയത്തിനുമേ അല്ലൊന്ന് പ്രാർത്ഥിക്കാമോ? അന്ന് കരഞ്ഞതുപോലെ ഒരു മനോവ്യസനത്തോടെ ഒന്ന് കരയാമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയുമോ? അപ്പാ അങ്ങയുടെ അഗ്നിയാൽ, അപ്പന്റെ ജീവനായി എന്നെ ഒന്ന് നിറയ്ക്കണമേ പിതാവേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ പിതാവേ.
ഹന്നയുടെ കരച്ചിലിൽ ഇറങ്ങിയ അതേ സാന്നിധ്യം ഇന്നും ഇവിടെ ഇറങ്ങേണ്ടതിനായി ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്ന് പാടാമോ? പോരെ കർത്താവേ ഹല്ലേലൂയ അങ്ങിൽ മുങ്ങിടുവാൻ അങ്ങിൽ മുങ്ങിടുവാൻ അങ്ങിൽ മുങ്ങിടുവാൻ ഹല്ലേലൂയ അപ്പ മുട്ടോളം പോരെ കർത്താവേ മുട്ടോളം പോരെ കർത്താവേ അരയോളം പോരെ കർത്താവേ ഹല്ലേലൂയ പൽക്കാലം ഒന്ന് പറയാൻ കഴിയും അപ്പാ എനിക്കിത് പോരാ എനിക്കിത് പോരാ അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിറയണമേ അങ്ങയുടെ സാന്നിധ്യം എന്നിൽ ഹല്ലേലൂയ കവിഞ്ഞൊഴുകണമേ ഉടരമന ശാന്തന വൈഡമാനവ ആ ഒത്താശ വരും പർവ്വതങ്ങളിലേക്കൊന്ന് നോക്കാമോ? ഹന്നയുടെ കരച്ചിലിൽ ഇറങ്ങിയ അതേ ദൈവസാന്നിധ്യം ഹല്ലേലൂയ. മുൻകാലത്ത് ഹല്ലേലൂയ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ശമൂവേൽ വളർന്നു, യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ അവന്റെ വചനങ്ങൾക്കൊന്നും ഹല്ലേലൂയ അവൻ ഇടവരച്ചില്ല. ഹല്ലേലൂയ നിശബ്ദത ഇടവരച്ചില്ല. ഹല്ലേലൂയ ഒരു ശമൂവേൽ പ്രവാചകനെ ഒരുക്കിയതുപോലെ ഒരു ശമൂവേൽ പ്രവാചകനെ ഹല്ലേലൂയ വളർത്തിയതുപോലെ ഹന്നയുടെ ഒരു കരച്ചിലിൽ അവനെ ഉയർത്തിയതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ കരയുന്ന വിഷയത്തിന് മധ്യേ ഹല്ലേലൂയ നീ ഹല്ലേലൂയ വിഷമിക്കുന്ന വിഷയത്തിന് മധ്യേ ഹല്ലേലൂയ വാതിൽ അടഞ്ഞു പോയെന്ന് പറയുന്ന വിഷയത്തിന് മധ്യേ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഇറങ്ങുന്നു. അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ കരങ്ങളെ ചേർത്തടിച്ചത് പാടാമോ? ഹല്ലേലൂയ ഓ ഇന്നെന്റെ വിഷയത്തിന് മധ്യേ കർത്താവ് ഇറങ്ങിയെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയുമെങ്കിൽ ആ ഒത്താശ വരെ പർവ്വതങ്ങളിലേക്ക് നോക്കി. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ആ സഹായമായ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ആശ്രയം അവനിൽ വെച്ചുകൊണ്ട് ചേർന്ന് പാടാ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീ. ആശ്രയം നിന്നിൽ ഓ ആശ്രയം നിന്നിൽ ആയതു മുതലേ ആദികളാകുന്നു പരാ. പർവ്വതങ്ങളിലേക്കൊക്കെ കരങ്ങളെയൊക്കെ ഉയർത്തി അപ്പാ ആകാശം ഭൂമികൾക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അപ്പാ അങ്ങയുടെ ദയ എന്റെ മേലൊന്ന് വരണമേ, എന്റെ മേലൊന്ന് ഉയരണമേ അപ്പാ, എന്റെ മേലൊന്ന് ഉയരണമേ അപ്പാ. ഹല്ലേലൂയ ആശ്രയം അങ്ങയിൽ വെക്കുന്ന പിതാവേ, ആ സകല ആശ്രയങ്ങളും ആ പിതാവിന്റെ കരങ്ങളിൽ കൊടുത്ത് ഹല്ലേലൂയ നമ്മളെ തന്നെ പിതാവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അപ്പാ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ നൽകുന്നു, എന്നെ തന്നെ നൽകുന്ന അപ്പാ. പാട്ടുകാരൻ പറഞ്ഞതുപോലെ അപ്പാ മുട്ടോളമല്ല അരയോളവും പോരെ കർത്താവേ അപ്പാ, നീന്തിയിട്ടല്ലാതെ അപ്പാ എന്നിൽ അത് കവിഞ്ഞൊഴുകുന്ന സാന്നിധ്യം എന്റെ മേൽ ഒഴുകണമെന്നൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഉടരവന ശാന്തരാധന. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ.
അപ്പന്റെ സന്നിധിയിൽ കർത്താവേ ഞങ്ങൾ കടന്നു വരും. ഞങ്ങളുടെ വചനം പറയുന്നത് പോലെ 2-3 പേരുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അവരുടെ മധ്യ എന്റെ സാന്നിധ്യമുണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ പ്രസൻസിനെ we invite your presence Father, we invite your presence Father. അപ്പാ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ നിറയുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഇടയിൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പന്റെ സാന്നിധ്യം ഞങ്ങൾ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അപ്പന്റെ അഗ്നിയാൽ അപ്പന്റെ ജീവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. മുട്ടോളം പോര കർത്താവേ, അരയോളം പോര കർത്താവേ. ഇന്ന് പകൽക്കാലം അതൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഒരുക്കി സമർപ്പിക്കുന്ന പിതാവേ. അപ്പന്റെ കരങ്ങൾ മുറ്റമായി സമർപ്പിക്കും. നൽകി തന്ന ഗാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, നൽകി തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പന്റെ കരങ്ങൾ ഞങ്ങളെ ഒരുക്കി സമർപ്പിക്കുന്നു. സർവമാനമോത്സവം അപ്പന് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ ആൻറ്റി? ഓക്കെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ വേളയിൽ ഹല്ലേലൂയ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് അനുഗ്രഹിക്കുന്ന ആത്മീക കൂട്ടായ്മയോട് ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഏഴക്ക് ലഭിച്ച ഈ അവസരം വലിയ പദവിയായി ഞാൻ കാണുന്നു. ആമേൻ. എന്നെ ക്ഷണിച്ചതായ പ്രിയ സൂസൻ ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വാത്സല്യ ആൻറ്റി ഒരു അമ്മയെപ്പോലെ ആമേൻ പാസ്റ്ററും ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് വൈകി ചില നാളുകൾക്ക് മുൻപ് ഞാൻ ശുശ്രൂഷിച്ചിരുന്നു. പിന്നെ പലവട്ടം ആൻറ്റി വിളിച്ചിട്ടും എനിക്ക് ഈ ഗ്രൂപ്പിൽ വരാനോ ശുശ്രൂഷിക്കാനോ കഴിയാത്ത പല സാഹചര്യങ്ങളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ ആമേൻ നിങ്ങളോടൊത്ത് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. ജോയിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വചന ശുശ്രൂഷയിലേക്ക്, കേൾവിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ദൈവം അനുവദിക്കുന്നവർ, അതായത് സാഹചര്യം അനുവദിക്കുന്നവരെല്ലാം ആമേൻ വീഡിയോ ഓൺ ആക്കി ഈ വചന ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കാതോർത്തിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ വൈകിയവേളയിൽ നമുക്ക് നൽകിയ ഒരു വേദഭാഗം വായിച്ച് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാൻ കഴിയുമെങ്കിൽ വളരെ നന്ദിയായിരുന്നു. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. ഞാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷികൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷികൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. മതി. ഹല്ലേലൂയ. പിറ്റേന്നാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്തു ബദാം ഫലം കായ്ച്ചിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നൽകിയ നല്ല വചനത്തിനായി കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമുക്ക് ഈ വേദഭാഗം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. എപ്പോഴും പ്രസംഗത്തിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. ആമേൻ. ഇവിടെ ആമേൻ പിറുപിറുപ്പ്, ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് നിമിത്തം ആമേൻ അവരുടെ മുൻപിൽ ഒരു അടയാളം കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം മോശയോട് പറഞ്ഞതുപോലെ സാക്ഷ്യ കൂടാരത്തിനകത്ത് ആമേൻ ഗോത്രപിതാക്കന്മാരുടെ, അവിടെ പറയുന്നത് സകല പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേരെഴുതുക. 12 വടി. ആമേൻ. 12 ഗോത്ര പ്രഭുക്കന്മാരുടെ ആമേന്മാരോട് പറഞ്ഞു. 12 വടി അവർ കൊണ്ടുവന്നു. ഈ ഗോത്ര പ്രഭുക്കന്മാരുടെ പേര് ആ വടിയിൽ എഴുതി ആമേൻ. ഹല്ലേലൂയ. ആമേൻ സാക്ഷ്യ കൂടാരത്തിനകത്ത് വെക്കുവാൻ ആമേൻ മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. ആമേൻ.
നമുക്കറിയാം ലേവിയുടെ ഗ്രഹത്തിന്റെ അവിടെ പറയുന്നത് ലേവിയുടെ വടിമേലോ അഹരോന്റെ പേരെഴുതണം. അവൻ 12 വടിയെടുത്തു. 12 വടിയെടുത്തിട്ട് അതിൽ ആ ഗോത്ര പ്രഭുക്കന്മാരുടെ പേരെഴുതാൻ പറഞ്ഞു. പക്ഷേ അവൻ ലേവി ഗ്രഹത്തിന്റെ വടിമേലോ അഹരോന്റെ പേരെഴുതണം എന്ന് ദൈവം വ്യക്തമായി അവിടെ എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ലേവി ഗ്രഹത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ലേവി ഈ 12 പേർ അല്ലെങ്കിൽ ലേവി യാക്കോബിന്റെ തലമുറയിൽപ്പെട്ടവരാണ്. യാക്കോബ് തന്റെ മരണസ്ഥലം നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. യാക്കോബ് തന്റെ മരണസമയത്ത് മരിക്കുന്നതിന് മുൻപ് തന്റെ പുത്രന്മാരെ എല്ലാം വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് ഉൽപ്പത്തിയിൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതായത് യാക്കോബ് വളരെ ഉച്ചത്തിൽ, വളരെ അവസാന വാക്കുകൾ എന്ന പോലെ വളരെ ആത്മാർത്ഥതയോടെ തന്റെ തലമുറകളെ ഓരോരുത്തരെയായി വിളിച്ച് വാട്ട് ഈസ് ദ റെഫറൻസ്? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയാണ് നമ്മൾ വായിച്ചത്. കേൾക്കാത്തവർ ഒന്നുകൂടി കേൾക്കുക. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 1 വരെയുള്ള വേദഭാഗം, 8 വരെയുള്ള വേദഭാഗം. ഹല്ലേലൂയ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് അവരെ അനുഗ്രഹിക്കാൻ വിളിച്ചു നിർത്തുമ്പോൾ ഓരോരുത്തരെയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കുന്ന സമയത്ത് ലേവിയുടെ വാരി അല്ലെങ്കിൽ ലേവിയുടെ അവന്റെ ഒരു ഭാഗം വന്നപ്പോൾ ലേവിയെ വിളിച്ചു നിർത്തി യാക്കോബ് അനുഗ്രഹിക്കുന്ന അതിന് പകരം യാക്കോബിന്റെ വായിൽ നിന്ന് അവനെ ശപിക്കുന്ന അനുഭവം മുമ്പിലോട്ട് വരുവാനിടയായി തീർന്നു. നോക്കണമേ, എല്ലാ മക്കളെയും വിളിച്ച് ഹല്ലേലൂയ യാക്കോബ് അനുഗ്രഹിക്കും വലിയ ശബ്ദത്തിൽ. അവസാന വാക്കുകൾ എന്ന പോലെ അവന്റെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കുകൾ. നോക്കണമേ, പിതാക്കന്മാരുടെ അനുഗ്രഹം വലിയ അനുഗ്രഹമാണ്. പിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിച്ച തലമുറകൾ ആരും നശിച്ചു പോയിട്ടില്ല. പിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിച്ച തലമുറകൾ ആരും തകർന്നു പോയിട്ടില്ല. പിതാക്കന്മാരുടെ അനുഗ്രഹം ലഭിച്ച ഒരുത്തരും വഴിതെറ്റിപ്പോയിട്ടില്ല. ലോകം അവരെ നിന്ദിക്കുമായിരിക്കാം, ലോകം അവരെ തകർക്കുമായിരിക്കാം, ലോകം അവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ലായിരിക്കാം. പക്ഷെ പിതാവിന്റെ അനുഗ്രഹം ഒരുത്തന്റെ തലമേൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. അവന്റെ സീസൺ മാറിയിരിക്കും. അവന്റെ തകർച്ചയുടെ സീസൺ മാറിയിരിക്കും. അവൻ നിന്ദയുടെ സീസൺ മാറിയിരിക്കും. അവന്റെ വേദനയുടെ സീസൺ മാറിയിരിക്കും. ഹല്ലേലൂയ. വലിയ ശബ്ദത്തിൽ യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെ നടുവിൽ ലേവിയുടെ ഊഴം വന്നപ്പോൾ എല്ലാവരെയും അനുഗ്രഹിച്ച അതേ ശബ്ദത്തിൽ, എല്ലാവരെയും അനുഗ്രഹിച്ച അതേ വായ് കൊണ്ട് സ്വന്തം മകനായ ലേവിയെ മറ്റു പുത്രന്മാരുടെ മുൻപിൽ വെച്ച്, മറ്റു മക്കളുടെ മുൻപിൽ വെച്ച് ആ യാക്കോബ് ശപിക്കുകയാണ്. ശാപം ലഭിച്ച ലേവി, അവൻ ശാപം കേട്ട ലേവി, പിതാവിന്റെ ശാപത്തിന് ഹല്ലേലൂയ പാത്രമായ ലേവി, അവൻ വളരെ വേദനയോടെ മറ്റ് സഹോദരന്മാരുടെ മുൻപിൽ അവൻ തലകുനിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി, അപമാനിക്കപ്പെട്ടവനായി, ലജ്ജിക്കപ്പെട്ടവനായി, ഇനി എനിക്കൊരു നന്മ ഉണ്ടാകത്തില്ല, എൻ്റെ അപ്പൻ അവസാന വാക്കെന്ന പോലെ എനിക്ക് തന്നത് ശാപത്തിന്റെ വാക്കുകളാണ്. എന്റെ അപ്പൻ അവസാന വാക്കെന്ന പോലെ എനിക്ക് തന്നത് ശാപത്തിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു നന്മ എൻ്റെ ജീവിതത്തിലോ എൻ്റെ തലമുറകളിലോ വരത്തില്ല. എൻ്റെ ജീവിതത്തിലോ എൻ്റെ തലമുറകളിലോ വരത്തില്ല. ഇന്ന് വൈകിയ വേളയിൽ ആത്മാവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, ശാപവാക്കുകളെ കേട്ട്
ഒരിക്കലും ആമൻ എൻ്റെ തലമുറ നന്നാകത്തില്ലെന്ന്, ഒരിക്കലും എൻ്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്ന് ആമൻ നിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന വാക്കുകളെ ഇന്ന് രാത്രി ആമേൻ അങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്ക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞു, അപ്പൻ നിന്നെ തള്ളിക്കളഞ്ഞു, മറ്റ് സഹോദരന്മാർ നിന്നെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ഒരിടത്തും നിനക്ക് ആമേൻ നിനക്ക് തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ലേവിയെ ആമേൻ ആമേൻ ആമേൻ. ഉൽപ്പത്തി പുസ്തകം, അതെ ആമേൻ, റെഫറൻസ് ആരോ അയച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 49-ാം അധ്യായം 49-ാം അധ്യായം ശിമയോൻ 5-7 വരെ. അതെ 5 മുതൽ. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. മതി. ഹല്ലേലൂയ. നോക്കണമേ ആമേ, മറ്റു മക്കളെ കുറിച്ചെല്ലാം നല്ല വാക്കുകൾ യാക്കോബിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ലേവിയെ കുറിച്ച് മാത്രം ഹല്ലേലൂയ ശാപത്തിന്റെ വാക്കുകൾ ഹൃദയം തകർന്ന ഒരു ലേവി. ആമൻ ശാപവാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന ഒരു ലേവി. ഇന്ന് രാത്രികാലം ശാപം കേട്ട് ഹൃദയം തകർന്നു പോയ, എവിടൊക്കെയോ ഹൃദയം ഉടഞ്ഞു പോയ, ആമൻ മുറിവേറ്റ അനേകർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആ ലേവിക്ക് പറയാൻ ഒരു മഹത്വവുമില്ല, പറയാൻ വലിയതായിട്ടൊന്നുമില്ല. എല്ലാം നഷ്ടത്തിന്റെ കഥകൾ മാത്രമേ ലേവിക്കുള്ളൂ, എല്ലാം ദുരിതത്തിന്റെ കഥകൾ മാത്രമേ ലേവിക്കുള്ളൂ. ലേവിക്ക് പറയാൻ അവന്റെ തലമുറകളുടെ നന്മയില്ല. ലേവിക്ക് പറയാൻ ലേവിക്ക് പറയാൻ ഒരു നല്ല കാര്യം ജീവിതത്തിലില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതേ ലേവി ഇവിടെ നോക്കണമേ, പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, മോശ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിലാക്കിയിട്ട് അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മലമുകളിലേക്ക് ദൈവശബ്ദത്തിന് വേണ്ടി മോശ കയറിപ്പോയി. 40 രാവ് 40 പകൽ അവൻ മോശയെ കാണാനില്ല, വരുമോ ഇല്ലയോ അറിയില്ല. ആമേൻ. ഹല്ലേലൂയ. മോശ അവിടെ നഷ്ടപ്പെട്ടു പോയോ അറിയില്ല. അവൻ ഇസ്രായേൽ ജനം അഹരോനെതിരായി സംസാരിക്കാൻ തുടങ്ങി. അത് നിന്റെ സഹോദരൻ മോശ മിസ്രയീമിൽ ഞങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ എവിടാ ഇപ്പൊ മോശ? എവിടാ? ഞങ്ങളെ വഴിയിലിട്ടവൻ പോയില്ലേ? ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഇനി ആരാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു മൂർത്തി വേണം, ഒരു ഹല്ലേലൂയ ഒരു വിഗ്രഹം വേണം. ആമേൻ. ഇസ്രായേൽ ജനം നിർബന്ധം പിടിച്ചു, വാശി പിടിച്ച് അഹരോനെതിരായി സംസാരിക്കാൻ തുടങ്ങി, അഹരോനോട് വഴക്കിടാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. നിർബന്ധത്തിന് വഴങ്ങിയ അഹരോൻ നിങ്ങളുടെ സ്വർണങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ആമേൻ. കാതിലും കഴുത്തിലും കിടന്നത് സകലതും ജനം എടുത്ത് അഹരോന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആമേൻ. അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അഹരോൻ തീയിലേക്കിട്ട് അതിനെ ഒരു കാളക്കുട്ടിയാക്കി വാർത്ത് ഇസ്രായേലിന്റെ മുൻപിൽ, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിർത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് മോശ ദൈവത്തിന്റെ കൈകളാൽ എഴുതപ്പെട്ട കൽപ്പലകയുമായി കൽപ്പനയുടെ പലകകളുമായി അവൻ മോശ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയരെ, താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര ആഘോഷം നടക്കുന്നു, ഭയങ്കര ആഘോഷം. പക്ഷേ ഹല്ലേലൂയ, അവിടെ ഒരുത്തൻ മാത്രം നിരാശനായി ഒരു മൂലയിൽ ഇരിക്കുകയാരാ? അഹരോൻ. അറിഞ്ഞോ അറിയാതെയോ, അവൻ ഇഷ്ടമായിട്ടോ ഇഷ്ടമല്ലാതെയോ, എന്തുകൊണ്ടോ ഇസ്രായേൽ ജനത്തിന് പാപം ചെയ്യുവാൻ
അഹരോൻ ഒരു കാരണക്കാരനായി മാറി. ഹല്ലേലൂയ. എങ്ങനെയാണെന്ന് അറിയില്ല, നിർബന്ധത്തിന് വഴങ്ങിയതാണെന്ന് അറിയില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ, ആമേൻ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ അതെ ഇസ്രായേൽ ജനത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അഹരോനിതാ ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നതിന് കാരണക്കാരനായി മാറുകയാണ്. അഹരോനാണ് കാളക്കുട്ടിയെ വാർത്തത്. ആരോട് ചോദിച്ചാലും പേര് അഹരോന്റെതാ. ആരോട് ചോദിച്ചാൽ തെറ്റ് ചെയ്തത് ആരാ? അഹരോൻ. അഹരോനാണ് തീയിലേക്ക് ആമേൻ സ്വർണം വലിച്ചെറിഞ്ഞ് കാളക്കുട്ടിയെ വാർത്ത് ഞങ്ങൾക്ക് തന്നത്. ആമേൻ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പാപം ചെയ്തു? അഹരോൻ. അഹരോൻ. അഹരോന്റെ പേര് ഇസ്രായേൽ പാളയത്തിൽ അന്ന് മുഴങ്ങി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. അഹരോൻ തകർന്നു. ഓ, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതല്ല, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ എന്തുകൊണ്ടോ എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു പോയി. ഇന്ന് രാത്രി അങ്ങനെ പറയുന്ന അതെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ ഇഷ്ടപ്പെട്ടതല്ല, എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറയുന്ന ആരെങ്കിലും അവൻ ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ലേവി ഗ്രഹത്തിന്റെ വടിയിൽ അഹരോന്റെ പേരെഴുതാൻ പറഞ്ഞത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടോ? ആമേൻ. എവിടെയോ ആമേൻ അഹരോൻ അത് ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നതിന് ആമേൻ ആമേൻ കാരണക്കാരനായി മാറി. ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നതിന് അഹരോൻ കാരണക്കാരനായി മാറി. അഹരോന്റെ ഹൃദയം ആമേൻ വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. അഹരോന്റെ ഹൃദയം വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. ആഘോഷങ്ങളിൽ അവന് പങ്കില്ല, ഉത്സവങ്ങളിൽ അവന് പങ്കെടുക്കുന്നില്ല, അവന്റെ മനസ്സിലൊരു സന്തോഷമില്ല. ആമേൻ. കുടുംബത്തിലെ ഉത്സവമാകട്ടെ, കുടുംബത്തിലെ ആഘോഷമാകട്ടെ, ബന്ധുമിത്രാദികളുടെ ആഘോഷമാകട്ടെ, ഓ ദൈവജനത്തിന് നടുവിലെ ആഘോഷമാകട്ടെ, അഹരോന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ കാരണം ഇസ്രായേൽ ജനം പാപത്തിൽ വീണുപോയി. ഞാൻ കാരണം ഇസ്രായേൽ ജനം പാപത്തിൽ വീണുപോയി. അതെ, അവൻ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അവിടെ ഇപ്രകാരം വായിക്കുന്നു: മോശ അഹരോനോട്, ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. നോക്കണമേ, മോശയുടെ ചോദ്യത്തിന് അവിടെ അഹരോൻ മറുപടി പറയേണ്ടി വരികയാണ്. ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയ പാപം വരുവാൻ എവിടൊക്കെയോ ആരൊക്കെയോ പാപിയായി തീരുവാൻ എവിടൊക്കെയോ പിശാച് നമ്മളെ ഉപയോഗിച്ചിട്ടില്ലേ? ആരൊക്കെയോ അവൻ പാപികളായി മാറുവാൻ എവിടൊക്കെയോ നമ്മൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ആമേൻ പ്രതികൂലത്തിന് കാരണമായി മാറിയില്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ, മോശയോട് അഹരോൻ മറുപടി പറയുകയാണ്. അതിന് അഹരോൻ പറഞ്ഞത്: യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നത് എന്ത് എന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുൻപായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അവൻ നിർബന്ധത്തിന് വഴങ്ങി. ഞങ്ങൾക്ക് മുൻപായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്നവർ എന്നോട് പറഞ്ഞു. നോക്കണമേ, അഹരോൻ തന്റെ ഹൃദയം മോശയുടെ മുൻപിൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. തകർന്ന മനസ്സോടെ, നിറകണ്ണുകളോടെ, അവൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല, ഹല്ലേലൂയ, എന്നാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നു. എനിക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നു. മോശയുടെ ഒറ്റ വാക്ക്, മോശ പറയുകയാണ്, പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഒരൊറ്റ വാക്ക്, ഒരൊറ്റ സെന്റൻസ് മോശയ്ക്ക് പറയാൻ വേറൊന്നും ബാക്കിയില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. ലേവ്യ ഗോത്രം മുഴുവൻ, അതെ, ഹല്ലേലൂയ, അഹരോൻ ഉൾപ്പെടെ മോശയുടെ അടുക്കലേക്ക് മാറി നിന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഒരു കാലത്ത് ഞാനും നീയും അനേകർ പാപത്തിൽ വീഴുവാൻ അതെ നമ്മൾ കാരണക്കാരായി പോയിട്ടുണ്ടെങ്കിൽ, അതെ നമ്മൾ നിന്ദിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വിഷയത്തിൽ അപമാനിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമുക്കെതിരായി പിശാച് വെല്ലുവിളി ഉയർത്തി
വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവനാണെന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യെസ്, നിന്റെ പേര് ഓർത്തു വെക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ പേര് ഓർത്തു വെക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഉടമന ധരാസിയ അർത്ഥമന വരാൽഖമ നഗസിയന്തരെ ധേരപ്രഭ രഗക്ഷരാദിയ അടകമനക രഗന്ധുനിയാല പ്രഭേനി അന്തരാജലാദിയ. നിന്റെ പേരോർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ പേരോർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പേരോർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാനും നീയും വിശ്വസിക്കാൻ തയ്യാറായാൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, അപമാനിക്കപ്പെട്ട നിന്റെ പേര്, അവൻ പിടിക്കപ്പെട്ട നിന്റെ പേര്, ലജ്ജിക്കപ്പെട്ടു പോയ നിന്റെ പേര്, ഓ അതെ, അപവാദം പറഞ്ഞ നിന്റെ പേര്, ഹസ്ത റബൽക്ക മനാദിയാല പ്രവേനിയ, ഓ ജനത്തിന് ആരോപണം ഉന്നയിക്കാൻ അവൻ ലഭിക്കപ്പെട്ട നിന്റെ പേര്, അഹരോന്റെ ഗോത്രത്തിന്റെ, അഹരോന്റെ ആമനെ ലേവി ഗോത്രത്തിന്റെ വടിയിൽ നിന്റെ പേരിനെ എഴുതിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഓ റാബ ശംധര ലബർധരാദിയ ദേരഗസി അന്തൽക്കമനഗരഗതുനി അടകാമനകൽക്കമനാദിയ ദിരകൽക്കമനഗരഗസി അന്ധരേതി അർത്ഥരേ വൈശ്യപ്രഭേനിയാരകൽക്കനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹരോന്റെ പേര് ഇസ്രായേൽ ജനം ഒരുപക്ഷെ മറന്നുപോയി കാണും. അഹരോന്റെ പേര് ഇസ്രായേൽ ജനം മറന്നുപോയി കാണും. ആ സീസൺ മാറി, ആമൻ, ആ സകലതും മാറി. പക്ഷേ ദൈവം നോട്ട് ചെയ്ത് വെച്ചു. ഓ ദൈവം നോട്ട് ചെയ്ത് വെച്ചു. ദൈവം നോട്ട് ചെയ്ത് വെച്ചു. ഇവന്റെ പേര്, ഇവന്റെ പേര്, ഇവന്റെ പേര് അറിഞ്ഞോ അറിയാതെയോ, ആമേൻ, ഇവന്റെ പേര് നിന്ദിക്കപ്പെട്ടു പോയി. ഓ അറിഞ്ഞോ അറിയാതെയോ ഇവന്റെ പേര് അപമാനിക്കപ്പെട്ടു പോയി. ഇവന്റെ പേര് ഓ ഹാസ്യന്തരേദിയ, ആമേൻ, അപഹാസ്യ വിഷയമായി. ആമേൻ. എന്നാൽ ഇത് അഹരോന്റെ സമയമാണ്. ഇത് അഹരോന്റെ സമയമാണ്. ഇത് അഹരോന്റെ സമയമാണ്. 12 ഗോത്ര പ്രഭുക്കന്മാരുടെ പേര് വടികളിൽ എഴുതിയപ്പോൾ ലേവ്യ ഗോത്രത്തിന്റെ വടിമേൽ മാത്രം ദൈവം എടുത്തു പറഞ്ഞു, അഹരോന്റെ പേരെഴുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരുടെ പേര് ദൈവം ആമേൻ ആമേൻ സെലക്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുകയാ. ആമേൻ. അവിടെ ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ വടി കിളിർക്കും. അറിയാ, ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ വടി കിളിർക്കും. അവൻ ബാക്കി 11 വടിയിലും ഗോത്ര പ്രമുഖന്മാരുടെ പേരെഴുതിയപ്പോൾ എന്തുകൊണ്ട് ലേവി ഗോത്രത്തിന്റെ ഈ വടിയിൽ മാത്രം അഹരോന്റെ പേര്? എന്തുകൊണ്ട് എന്റെ പേര്? എന്തുകൊണ്ട് എന്റെ പേര്? എനിക്കിതിന് യോഗ്യതയില്ലല്ലോ. അഹരോൻ പറഞ്ഞു, എനിക്കിതിന് യോഗ്യതയില്ലല്ലോ. ഞാൻ ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നതിന് കാരണമായി തീർന്നവനല്ലേ? ഇസ്രായേൽ ജനത്തിന് വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തവനല്ലേ? ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധിയാക്കി മാറ്റിയവനല്ലേ? എനിക്കിതിന് യോഗ്യതയില്ല. ശമന ജഗൽക്കന വരാല പ്രഭേനിയ. ഇന്ന് രാത്രി ഓ പ്രിയ ദൈവവൈതലേ, ഓ ഹല്ലേലൂയ, നീ സമർപ്പിക്കാൻ തയ്യാറായാൽ, എവിടെയൊക്കെയോ ആരൊക്കെയോ പാപം ചെയ്യുന്നതിന് നീ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്ക. എന്റെ തലമുറ പാപത്തിലേക്ക് പോകാൻ ഞാൻ ആ കാരണം, എന്റെ തലമുറ പാപത്തിലേക്ക് പോകാൻ ഞാൻ ആ കാരണം, എന്റെ കുടുംബം പാപത്തിലേക്ക് പോകാൻ ഞാൻ ആ കാരണം. അല്ലൊരു എന്താ നിന്റെ അന്തരാത്മാവിൽ ഒരു കുറ്റബോധം ഇന്ന് രാത്രി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ സമർപ്പിച്ചോ. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ആമേൻ. നിന്റെ പേര് സെലക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഓ നിന്റെ പേര് സെലക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. നിന്റെ തലമുറയുടെ പേര് സെലക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അന്തൽ ഖമനഗരഗസിയ അദൽഖര ജലാസ് അതെ, ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹരോന്റെ പേരെഴുതി. സാക്ഷ്യപത്രത്തിന്റെ അവിടെ പറയുന്നു, ഹല്ലേലൂയ, സാക്ഷ്യകൂടാരത്തിൽ വടികളെ കൊണ്ടുവച്ചു. ഹല്ലേലൂയ, സാക്ഷ്യകൂടാരത്തിൽ വടികളെ കൊണ്ടുവച്ചു. അന്ന് രാത്രി അഹരോൻ ഉറക്കം വന്ന് കാണത്തില്ല. കർത്താവേ, ഒരു യോഗ്യതയില്ലാത്ത എൻ്റെ പേര് എന്തിനാ വടിയിൽ എഴുതി? ഇസ്രായേൽ ജനത്തെ പാപത്തിൽ വീഴ്ത്തുവാൻ കാരണക്കാരനായ എൻ്റെ പേര് ആ വടിയിൽ എന്തിനെഴുതി? ഹല്ലേലൂയ. ഓ തിരിഞ്ഞും മറിഞ്ഞും അഹരോൻ കിടക്കുകയാണ്, ഉറക്കം വരുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ തള്ളിക്കളയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉടമന ഹദൽഖന ധരാസി
റസിയാല പ്രബേനിയ. ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആമേൻ, അവനെ തള്ളിക്കളയുവാൻ, അവനെ തകർത്ത് കളയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആമേൻ. ദൈവം തെരഞ്ഞെടുക്കുന്നവന്റെ വടി കിളിർക്കും. ആമേൻ. കർത്താവേ, എൻ്റെ അന്ന് രാത്രി അഹരോന്റെ പ്രാർത്ഥന ഒന്ന് മാത്രം. ആമേൻ. ഉണങ്ങിയ ബദാം വടിയ, ഉണങ്ങിപ്പോയ ബദാം വടിയ എന്ന് പറഞ്ഞാൽ ബദാം വൃക്ഷത്തിൽ നിന്ന് ആ കൊമ്പ് ആ വടി മാറിയിട്ട് കാലങ്ങളായി കാണും. ബദാം വൃക്ഷത്തിൽ നിന്ന് ആ വടി മാറിയിട്ട് കാലങ്ങളായി കാണും കേട്ടോ. ഉണങ്ങിപ്പോയി. ആമേൻ. പക്ഷേ അഹരോന്റെ രാത്രിയിലെ പ്രാർത്ഥന, അന്ന് രാത്രിയിലെ അഹരോന്റെ പ്രാർത്ഥന, എൻ്റെ വടിയിൽ ഒരു ചെറിയ കിളിർപ്പെങ്കിലും വരണേ കർത്താവേ, എൻ്റെ വടിയിൽ ഒരു ചെറിയ കിളിർപ്പെങ്കിലും കാണണേ കർത്താവേ. ആമേൻ. ഞാൻ അർഹിക്കാത്ത രീതിയിൽ എൻ്റെ പേര് ലേവ്യ ഗോത്രത്തിന്റെ വടിയിൽ എഴുതി. ഞാൻ വിചാരിക്കാത്ത രീതിയിൽ നീ എൻ്റെ പേര് സെലക്ട് ചെയ്തു കർത്താവേ. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പേര് നീ വടിയിൽ എഴുതി. എൻ്റെ പേരെഴുതി പോയത് കൊണ്ട് അത് കിളിർക്കാതിരിക്കരുതേ. ഹല്ലേലൂയ. ഇങ്ങനെ കരയുന്ന എത്ര പേരുണ്ട് കർത്താവേ. യോഗ്യതയില്ലാത്ത എൻ്റെ പേര് ആ വടിയിൽ എഴുതിപ്പോയത് കൊണ്ട് അത് കിളിർക്കാതിരിക്കരുതേ. ഒരു ചെറിയ കിളിർപ്പെങ്കിലും ആമേൻ ആ വടിയിൽ ഉണ്ടാകണേ കർത്താവേ. ഒരു ചെറിയ കിളിർപ്പെങ്കിലും ആ വടിയിൽ ഉണ്ടാകണേ കർത്താവേ. എൻ്റെ പാപം മുഖാന്തരം എൻ്റെ തലമുറ നശിച്ചു പോകാൻ അനുവദിക്കരുതേ. എൻ്റെ കുറവ് മുഖാന്തരം അവൻ എൻ്റെ തലമുറ നാശത്തിൽ പോകാൻ അനുവദിക്കരുത്. ഒരു ചെറിയ കിളിർപ്പ്, ഒരു ചെറിയ നന്മ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഉണ്ടാക്കണമേ. ദേശം കാണുവാൻ, അവൻ നിന്ദിച്ചവർ കാണുവാൻ, അവൻ പരിഹസിച്ചവർ കാണുവാൻ, അവൻ എന്നെ നിന്ദിച്ചവർ, എന്നെ അപമാനിച്ചവർ കാണുവാൻ എൻ്റെ തലമുറയിൽ ഒരു ചെറിയ കിളിർപ്പെങ്കിലും ഉണ്ടാകണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കരയുന്ന എത്ര മാതാക്കൾ ഇതിനകത്തുണ്ട് ഇന്ന് രാത്രി. ആമേൻ. അഹരോൻ കരഞ്ഞു, എൻ്റെ വടിയിൽ ഒരു ചെറിയ കിളിർപ്പെങ്കിലും ഉണ്ടാകണേ കർത്താവേ. ഹല്ലേലൂയ. ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോയ ലേവ്യ, ആമേൻ. ഒരു സമയത്ത് ഒറ്റപ്പെട്ടു പോയ ലേവി, ആമേൻ. ശപിക്കപ്പെട്ടു പോയ ലേവി, ആമേൻ. നിന്ദിക്കപ്പെട്ടു പോയ ലേവി, അപമാനിക്കപ്പെട്ടു പോയ ലേവി. അടുത്ത സീസണിൽ ആ ഗോത്രത്തിൽ നിന്നൊരുത്തൻ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരു സീസൺ ആ ലേവി ഗോത്രത്തിന് വേണ്ടി ദൈവം വെച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അഹരോന്റെ പേര് ഇന്ന് രാത്രി ചിലരുടെ പേര് ദൈവം സെലക്ട് ചെയ്യുക. ചിലരുടെ തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറകളുടെ പേര് എൻ്റെ ദൈവം സെലക്ട് ചെയ്യുക. അവൻ ഒരു വഴിയും കാണാതെ, ഒരു കിളിർപ്പും കാണാതെ, ആമേൻ, എന്നെങ്കിലും ഒരു നന്മ അവനിൽ കാണാൻ കഴിയുമോ? ആമേൻ. എന്നെങ്കിലും ഒരു നന്മ അവളിൽ കാണാൻ കഴിയുമോ? ഒരു നല്ല ജീവിതം അവൾക്ക് കാണാൻ കഴിയുമോ എന്ന് കരയുന്ന മാതാക്കളെ, നീ സമർപ്പിക്കുവാൻ തയ്യാറായ അവൻ സാക്ഷ്യ കൂടാരത്തിൽ എവിടാണ്? സാക്ഷ്യ കൂടാരത്തിൽ അവിടെ പറയുന്നത്, ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം വായിച്ചട്ടെ, 3-4. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തിന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുൻപാകെ അവയെ വെക്കണം. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ, നിന്റെ വിഷയം വെക്കേണ്ടതിനൊരു സ്ഥലമുണ്ട് കേട്ടോ. നിന്റെ ഉണങ്ങിപ്പോയ വടിയെ, നിന്റെ ഉണങ്ങിപ്പോയ വിഷയത്തെ ഒരു കിളിർപ്പ് കാണത്തില്ലെന്ന് നീ അവൻ അന്തരാത്മാവിൽ നിന്നെ തന്നെ അവൻ പറഞ്ഞ് നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ വെക്കാൻ ദൈവം കൃത്യമായ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. സാക്ഷ്യ കൂടാരത്തിനകത്ത്, എവിടെ? സാക്ഷ്യ കൂടാരത്തിനകത്ത് ഞാൻ നിങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുന്ന ഇടമായ, ആമേൻ, ഞാൻ നിങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുന്ന ഇടം. അവിടെ ഒരു ഇടമുണ്ട്. അവിടെ ദൈവം നിങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുന്ന ഒരിടമാണ്. ആ സ്ഥലത്ത് വടി വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ
അവിടെ ആ സാന്നിധ്യം നിറഞ്ഞു നിൽപ്പുണ്ട്. നിന്റെ വിഷയം വെക്കേണ്ടത് അവൻ അയൽവാസിയുടെ മുൻപിലല്ല. നിന്റെ വിഷയം വെക്കേണ്ടത് അവൻ ഡോക്ടർമാരുടെ മുൻപിലല്ല. നിന്റെ വിഷയം വെക്കേണ്ടത് അവൻ വക്കീലന്മാരുടെ മുൻപിലല്ല. നിന്റെ വിഷയം വെക്കേണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലും പോയല്ല. നിന്റെ വിഷയം വെക്കേണ്ടത് ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവം സംസാരിക്കുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുൻപിൽ. അർത്ഥരെ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ എനിക്ക് ആ വിഷയം വെക്കാൻ കഴിഞ്ഞില്ല, ഇതുവരെ എനിക്ക് ആ വിഷയം വെക്കാൻ കഴിഞ്ഞില്ല. ഓ റേഖേമാന, ഇന്ന് രാത്രി നീ അത് വെക്കാൻ തയ്യാറാകുക. സാക്ഷ്യത്തിന്റെ മുൻപേ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് റാംഷസിയാല പ്രബേനിയ, നിന്റെ വിഷയം വെക്കുന്നേ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് നിന്റെ വിഷയം വെക്ക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരുടെ വിഷയങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. ചില ഉണങ്ങിയ വടികൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. അവൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ നിന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. സാക്ഷ്യത്തിന്റെ മുൻപാകെ വയ്ക്കണം. ആമേൻ. അവിടെ ഹല്ലേലൂയ വെച്ച വടി കിളിർക്കണമേ കർത്താവേ, എൻ്റെ വടിയിൽ ഒരു ചെറിയ കിളിർപ്പ് വരണമേ എന്ന് കരഞ്ഞ ആമേൻ അഹരോൻ പിറ്റേ ദിവസം മോശ ആമേൻ ആ സാക്ഷ്യകൂടാരത്തിൽ ചെന്ന് അവൻ വടികൾ നോക്കുമ്പോൾ അവൻ അഹരോന്റെ വടി എന്നെഴുതിയ വടി, അഹരോന്റെ വടി ഒരിക്കലും കിളിർക്കത്തില്ലെന്ന് പറഞ്ഞത്. ആമൻ നീ ഇനി ഒരിക്കലും ശുശ്രൂഷയിൽ കയറി വരത്തില്ല ആമൻ എന്ന് പിശാച് വെല്ലുവിളിച്ചത്. ഒരിക്കലും നിന്റെ ശുശ്രൂഷ ഇനി പുറത്തു വരത്തില്ല, ഒരിക്കലും നിന്റെ ശുശ്രൂഷ ഇനി വെളിപ്പെടത്തില്ല. ആമേൻ. നിനക്ക് പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല എന്ന് പിശാച് വെല്ലുവിളിച്ചെടുത്ത് ആമേൻ ഇവിടെ ഇതാ അഹരോന്റെ വടി എന്നെഴുതിയ വടി ആമൻ കിളിർക്കുക മാത്രമല്ല അത് പൂത്തു ബദാം ഫലം കായ്ച്ചു. അവൻ കിളിർക്കുക മാത്രമല്ല പൂത്തു ബദാം ഫലം കായ്ച്ചു. അവൻ കിളിർക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചെടുത്ത് കിളിർക്കുക മാത്രമല്ല പൂത്തു ഫലം കായ്ച്ചു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ഓ ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു കിളിർപ്പ് കാണണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നീ ചോദിച്ചത് മാത്രമല്ല കേട്ടോ, നീ ചോദിച്ചതിനപ്പുറം നീ നനച്ചതിനപ്പുറം നീ ആഗ്രഹിച്ചതിനപ്പുറം ഒരു ദൈവപ്രവർത്തി ഒരൊറ്റ രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് സാഹചര്യം പ്രതികൂലമാണ് കേട്ടോ. ആമേൻ. ഒരു ബദാം വൃക്ഷത്തിന് ആമേൻ തളിർപ്പിടാൻ അല്ലെങ്കിൽ പൂക്കാൻ കായ്ക്കാൻ ഏകദേശം 9 മാസത്തിന്റെ ആവശ്യമുണ്ട്. ഒരു ബദാം വൃക്ഷം പൂക്കാൻ ആമേൻ 9 മാസം എടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ഒരൊറ്റ രാത്രി സാഹചര്യം പ്രതികൂലമാണ് കേട്ടോ. സൂര്യപ്രകാശമില്ലാതെ നമുക്കറിയാം, സൂര്യപ്രകാശമില്ലാതെ ഒരു വൃക്ഷവും കിളിർക്കത്തില്ല, ആമൻ പൂക്കത്തില്ല, അവൻ കായ്ക്കത്തില്ല. ഒരു വൃക്ഷവും കിളിർക്കത്തില്ല, പൂക്കത്തില്ല, കായ്ക്കത്തില്ല. സാഹചര്യം പ്രതികൂലമാണ്. സാഹചര്യം പറയുന്നതിന്റെ തലമുറ ഒരു നന്മ കാണത്തില്ലെന്ന്. സാഹചര്യം പറയുന്നു ഇനി നീ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് നിൽക്കത്തില്ലെന്ന്. സാഹചര്യം പറയുന്നു സാഹചര്യം പറയുന്നു നല്ലൊരു ജോലിയിലേക്ക് നിന്റെ മകൻ പ്രവേശിക്കത്തില്ലെന്ന്. സാഹചര്യം പറയുന്നു അവൻ പഠിച്ചതൊക്കെ വെറുതെയാണെന്ന്, പരീക്ഷയിൽ നീ തോറ്റുപോകുമെന്ന്. ഇന്ന് രാത്രി ആത്മാവ് കൈമാറുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് എത്ര സാഹചര്യം പ്രതികൂലമായാലും, എത്ര പ്രതിസന്ധികൾ അവൻ ചുറ്റുപറ്റും ഉണ്ടായാലും, നീ ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി കിളിർക്കും. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി കിളിർക്കും. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി അത് കിളിർക്കുക മാത്രമല്ല പൂക്കും, അത് ബദാം ഫലം കായ്ക്കും. ശമന രഗൽഖന വരൽ പ്രബലകരകതുനി. ഹല്ലേലൂയ. ആമൻ. കിളിർക്കും കേട്ടോ. ചിലത് കിളിർക്കാൻ പോവുകയാ, ചിലത് കിളിർക്കാൻ പോവുകയാ. ഓ ഹല്ലേലൂയ. സമയം ആമൻ. സമയം നിനക്ക് ലാഭമാക്കി തീർക്കുന്നൊരു സീസൺ വരുന്നു. ആമൻ ചില വർഷങ്ങൾ നീ കാത്തിരുന്നത്, ചില വർഷങ്ങൾ നീ പ്രാർത്ഥിച്ചത്, ആമൻ ചില മാസങ്ങൾ എടുത്തത്.
ദൈവം നിന്നെ സെലക്ട് ചെയ്താൽ, ദൈവം നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും തടയാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തടയാൻ കഴിയത്തില്ല. ദൈവം നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമേൻ, മനുഷ്യനെ റിജക്റ്റ് ചെയ്യുമ്പോൾ മനുഷ്യനെ കളയും, മനുഷ്യനെ ദൈവം നിന്നെ സെലക്ട് ചെയ്യുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ അന്തര ജഗൽക്കമാ നഗസി അന്തരി അവൻ അഹരോന്റെ വടി അവൻ അത് പൂത്തു, അത് പൂത്തു ഫലിച്ചു. അത് കിളിർപ്പിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടികർത്താവിന്റെ കരം അതിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അതായത് അവൻ പിതാവായ ദൈവത്തിന്റെ കരം, പിതാവായ റേഖേനിയാല പ്രഭാരഗസിയ, അവൻ പിതാവായ ദൈവത്തിന്റെ കരം, പിതാവായ ദൈവത്തിന്റെ കരം, പിതാവായ ദൈവത്തിന്റെ കരം അതിൽ വെളിപ്പെട്ടു. ആമേൻ. അത് കിളിർക്കുക മാത്രമല്ല, അത് പൂത്തു, അത് പൂത്തു. പൂവ് എന്താണ് പൂവ്? അവൻ പൂത്തെന്ന് പറഞ്ഞാൽ ഷാരോനിലെ അവൻ പനിനീർ പുഷ്പം, ഷാരോനിലെ പനിനീർ പുഷ്പം റീബാന ഷേഥേനിയാല പ്രഭാരഗസിയ. ആമേൻ. പൂത്തു. ഹല്ലേലൂയ. പുത്രന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു. അത് ഫലം കായ്ച്ചു. ആത്മാവിന്റെ ഫലം അതിൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രി മനുഷ്യർ നിന്റെ പേരിനെ നിന്ദിച്ച് കളഞ്ഞപ്പോൾ, മനുഷ്യൻ നിന്റെ പേരിനെ അപമാനിച്ചു കളഞ്ഞപ്പോൾ, മനുഷ്യർ നീ ഒരു പാപി എന്ന് പറഞ്ഞപ്പോൾ, പാപം ചെയ്യാൻ കാരണക്കാരിയായി എന്ന് പറഞ്ഞപ്പോൾ, കാരണക്കാരനായി എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് രാത്രി ദൈവം നിന്റെ പേരിനെ എടുത്ത് അത് കിളിർപ്പിച്ച് അത് പിതാവിന്റെ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടുത്തി, പുത്രന്റെ സാന്നിധ്യമായ ആമേൻ നിന്നിൽ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്നിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ഒരടയാളമാക്കി. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ഒരടയാളമാക്കി, അഹരോനെ ഒരടയാളമാക്കി, ലേവി ഗ്രഹത്തെ ഒരടയാളമാക്കി. ഞാൻ വിശ്വസിക്കുന്നത് അഹരോൻ എന്ന പേരിനപ്പുറത്ത് വേറെ ഏതെങ്കിലും പേരാണ് കർത്താവ് അതിൽ എഴുതിയിരുന്നതെങ്കിൽ ഒരു പക്ഷെ അത് പൂക്കാൻ വഴിയില്ല, അത് കിളിർക്കാൻ വഴിയില്ല. പക്ഷേ തകർന്നെന്ന് അതെ ചിന്തിച്ച എൻ്റെ പേര്, അവൻ നശിച്ചു പോയെന്ന് ചിന്തിച്ച എൻ്റെ പേര്, അവൻ പാപയായി പോയെന്ന് പറഞ്ഞ എൻ്റെ പേര്, അവൻ ഇനി ഒരു എഴുന്നേൽപ്പില്ലെന്ന് പറഞ്ഞ എൻ്റെ പേര്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈ എളിയവളുടെ പേര് അവൻ ആ വടിമേൽ എഴുതിയത് കൊണ്ട് ചില വടികൾ കിളിർക്കാൻ പോവുകയാ. നിന്റെ പേരിലൂടെ ചില വടികൾ കിളിർക്കാൻ പോവുകയാ. നിന്റെ പേരിലൂടെ ഉണങ്ങിയെന്ന് പറഞ്ഞ ചില വടികൾ കിളിർക്കാൻ പോവുകയാ. അതാരകൾക്ക് നിന്റെ പേര് മുഖാന്തരം പലതും ഇസ്രായേൽ ജനം മുഴുവൻ പാപത്തിൽ അടിമപ്പെട്ടു പോയെങ്കിൽ അതേ നിന്റെ പേര് അനേകർക്ക് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ കാരണമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശമന റബല ജലഗന്ധര ലഹസിയന്തര. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ അസാധാരണ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയാ. അസാധാരണ സാന്നിധ്യം ഷേഥാല ബ്രഖമനസിയ. ചിലർ കിളിർക്കാൻ പോവുകയാ നിന്റെ പേര് മുഖാന്തരം. ആമേൻ. നിന്റെ പേര് മുഖാന്തരം ചില ഉണങ്ങിയ വടികൾ കിളിർക്കാൻ പോവുകയാ നിന്റെ പേരെഴുതിയത് കൊണ്ട്. അഹരോന്റെ പേര് എന്തിനാ എഴുതിയത്? അവൻ ഇസ്രായേൽ ജനത്തിന് കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തവനല്ലേ? അവന്റെ പേര് എന്തിനാ എഴുതിയെന്ന് പലരും പറഞ്ഞു കാണും കേട്ടോ, പലരും പറഞ്ഞു കാണും. പക്ഷേ അവൻ ദൈവം തെരഞ്ഞെടുത്തവന്റെ പേര് ദൈവം എഴുതി കഴിഞ്ഞാൽ ആ പേര് മായ്ക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ ദൈവം തെരഞ്ഞെടുത്തവന്റെ പേര് മായ്ക്കുവാൻ
അന്തരാല പ്രഭേനിയ അസ്തരാജകൽക്കരാതി രഥേനിയാല പ്രഭേനി. ആമൻ. ഇന്ന് രാത്രി സമർപ്പിക്കാൻ തയ്യാറാകുക. യെസ്, ചിലരെ ദൈവം സെലക്ട് ചെയ്യുകയാ, ചിലരെ ദൈവം സെലക്ട് ചെയ്യുകയാണ്. ചിലരുടെ പേര് ദൈവം എഴുതാൻ പോവുകയാ, ചിലരുടെ പേര് ദൈവം എഴുതാൻ പോവുകയാ. ഓ, പുതിയ കിളിർപ്പോടുകൂടി, പുതിയ മനസിയ, പുതിയ കിളിർപ്പോടുകൂടി, പുതിയ പൂവോടുകൂടി, പുതിയ ഫലത്തോടുകൂടി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാ. ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാ. ഓ ദൈവദാസിയെ, ദൈവദാസനെ, അവൻ പരിശുദ്ധെന്ന് പറയുന്നു. പുതിയ കിളിർപ്പോടുകൂടി. ഓ ഉണങ്ങി എന്ന് പറഞ്ഞ് അവൻ ബദാം വൃക്ഷത്തിൽ നീ അറ്റുപോയതാ, നീ ഉണങ്ങിപ്പോയതെന്ന് അവൻ ദേശക്കാർ പറഞ്ഞായിരിക്കാം, സഭക്കാർ പറഞ്ഞായിരിക്കാം, അവൻ ബന്ധുമിത്രാദികൾ പറഞ്ഞായിരിക്കാം, കൂട്ടുകാർ പറഞ്ഞായിരിക്കാം, അഭിഷിക്തന്മാർ ഒന്നടങ്കം പറഞ്ഞായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി സാക്ഷ്യ കൂടാരത്തിൽ അവൻ സാന്നിധ്യത്തിന്റെ നടുവിൽ നീ വെക്കാൻ, നീ ആ ഉണങ്ങിയ വടിയെ സമർപ്പിക്കാൻ അവൻ തീരുമാനിച്ച ആ സമയം മുതൽ നീ കിളിർക്കാൻ തുടങ്ങുകയാ, നീ കിളിർക്കാൻ തുടങ്ങിയിരിക്കുക. യെസ്, പുതിയ കിളിർപ്പോടെ, പുതിയ പൂവോടെ, പുതിയ ഫലത്തോടെ ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാ. ഓ യേശുവിന്റെ നാമത്തിൽ പുതിയ ഫലത്തോടെ. ഓ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നീ പാപത്തിൽ വീഴ്ത്തി എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്നെ അടയാളമാക്കി, യേശുവിന്റെ നാമത്തിൽ നിന്നെ അടയാളമാക്കി നിർത്തുന്ന ആമൻ അസാധാരണ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. എനിക്കറിയാം, ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും അതിലപ്പുറം ഇതിനകത്തിരിക്കുന്ന സകലവരോടും ആത്മാവ് ഇടപെടുകയാണ്. വ്യക്തിപരമായി ഒരാലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കുക. ആ വചനത്തിന്റെ ശക്തി ആ ആലോചന നിവർത്തീകരിക്കും. വചനത്തിന്റെ ശക്തി ആ ആലോചന നിവർത്തീകരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ ആത്മാവ് പറയുന്നു, നിന്റെ തലമുറ അവൻ ഉണങ്ങിപ്പോയി, അവന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല. ഓ എല്ലാവരും നല്ല നിലയിലെത്തി, എൻ്റെ മക്കൾ മാത്രം ഇന്ന് രാത്രി ഓ പ്രിയ, അവൻ കരയുന്ന ഉള്ളുടഞ്ഞ് വിതുമ്പുന്ന ഓ മാതാവേ, ഉള്ളുടഞ്ഞ് വിതമ്പുന്ന മാതാവേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആ സാക്ഷ്യ കൂടാരത്തിൽ നിന്റെ തലമുറകളുടെ വിഷയത്തെ നീ വയ്ക്ക. കിളിർക്കും തകർന്നെന്ന് പറഞ്ഞത്, ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞത് കിളിർക്കും കേട്ടോ. ആമൻ. കിളിർക്കുക മാത്രമല്ല, അതിൽ പൂ വരും, അതിൽ ഫലം കായ്ക്കും. ഒറ്റ രാത്രി കൊണ്ട്, വർഷങ്ങളുടെ ആവശ്യമില്ല. സാന്നിധ്യം ഇറങ്ങിയാൽ സമയം എടുക്കത്തില്ല, സാന്നിധ്യം ഉണ്ടെങ്കിൽ സമയം എടുക്കത്തില്ലെന്ന്. സാന്നിധ്യത്തിന്റെ നടുവിലാണ് നീ വെച്ചതെങ്കിൽ സമയം എടുക്കത്തില്ല, സമയം മാറിപ്പോകത്തില്ല. സാന്നിധ്യത്തിലാണ് നീ വെച്ചതെങ്കിൽ അർത്ഥമാന വരവൽക്കമാനിയ സാന്നിധ്യത്തിലാണ് നീ വെച്ചതെങ്കിൽ സമയം ഇനി അധികം മുൻപോട്ട് പോകത്തില്ല. യെസ്, നിന്റെ തലമുറ കിളിർക്കും, നിന്റെ തലമുറ പൂക്കും, നിന്റെ തലമുറയിലും ഫലം കാണും, നിന്റെ തലമുറയിലും ഫലം കാണും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് റിസീവ് ചെയ്യും. ആത്മാവിൽ അത് ഏറ്റെടുക്ക. ശപിക്കപ്പെട്ട ലേവിയേ, ഒറ്റപ്പെട്ടു പോയ ലേവിയേ, നിന്നിലൊരു കിളിർപ്പുണ്ടാകും. ആമേൻ, നിന്നിലൊരു കിളിർപ്പുണ്ടാകും. ഇന്ന് രാത്രി അവൻ ഈ വചനത്തിന്റെ മുൻപാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാവോ? ഒന്ന് കണ്ണുകളെ മൂടാമോ? പ്രാർത്ഥിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കുന്ന ദൈവദാസിമാരെ, ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ലെന്ന് പറയുന്ന നിന്റെ ആമേൻ കൂട്ടുസഖി മാനസാന്തരപ്പെടും. യെസ്, അതിലൊരു കിളിർപ്പുണ്ടാകും. ഹല്ലേലൂയ. തലമുറ ഉണ്ടാകത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകളെ ക്യാൻസൽ ചെയ്യും. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു കിളിർപ്പുണ്ടാകും, ഒരു പൂവുണ്ടാകും, അതേ ഒരു ഫലമുണ്ടാകും യേശുവിന്റെ നാമത്തിൽ. നിന്റെ തലമുറയ്ക്ക് ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ആമേൻ നാട്ടുകാർ പറയുന്നുണ്ടോ? നിനക്കെതിരായി ആഭിചാരത്തിന്റെ ശക്തികൾ, അവൻ ക്ഷുദ്ര പ്രയോഗങ്ങൾ നിന്റെ ഡ്യൂട്ടിയിൽ നിന്ന്, നിന്റെ ജോലി സ്ഥലത്ത് നിന്ന് ആമേൻ ഇനി ഒരിക്കലും ജോലിയിലേക്ക് നീ ചെല്ലരുതെന്ന് പറഞ്ഞ് അന്തരാല പ്രഭേനീയ നേർച്ചകൾ കഴിച്ച് കാഴ്ചകൾക്ക് നടത്തി അവൻ നിനക്കെതിരായി കരുക്കൾ നീക്കിയത് നീ അറിഞ്ഞില്ല. പക്ഷേ അത് കണ്ട ഒരു സ്വർഗമുണ്ട്.
ഇന്ന് രാത്രി നീ സമർപ്പിക്കുക. ചിലത് കരിഞ്ഞു പോവുകയാ, സാന്നിധ്യത്തിൽ ചിലത് കരിഞ്ഞു പോവുകയാ, സാന്നിധ്യത്തിൽ ചില കെട്ടുകൾ അഴിയുകയാണ്. ചില മന്ത്രവാദ കെട്ടുകൾ അഴിയുകയാ, ചില ക്ഷുദ്ര പ്രയോഗങ്ങൾ അഴിയുകയാ, ആഭിചാരത്തിന്റെ ചില ശക്തികൾ അഴിയുകയാ. ഇന്ന് രാത്രി നീ ആത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറായ നിന്റെ വിഷയത്തിൽ ഒരു കിളിർപ്പിതാ. ആമേൻ. ഇതാ പെട്ടെന്ന് 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 ഒരു കിളിർപ്പ് അവൻ വെളിപ്പെടാൻ പോവുകയാണ്. ശബറബല അർത്ഥബല വൈഡപ്രബല ഹസ്തരാജനാദിയാല അതൽക്കമന ഗരഗന്ധുനിയ രഹസ്യ ദരേലക ശ്യാംധൽ പ്രഭേനിയ. യേശുവിൻ്റെ നാമത്തിൽ ആമൻ കരയുന്ന ചില കണ്ണുകളെ ആത്മാവിൽ ഞാൻ കാണുകയാണ്. വിതുമ്പലോടുകൂടി ആമൻ ഇരിക്കുന്ന ചില കണ്ണുകളെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഉള്ളറിയുന്നൊരു സ്വർഗമുണ്ട്, നിന്റെ ഉള്ളറിയുന്നൊരു സ്വർഗമുണ്ട്. കൂടെ പാർക്കുന്ന ആരും നിന്നെ അറിയുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ തേങ്ങൽ അറിയുന്നില്ലായിരിക്കാം. ആമൻ. ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നീ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആരും നിന്നെ ഇന്ന് അറിയുന്നില്ലായിരിക്കാം, ആരും നിന്നെ ഇന്ന് അറിയുന്നില്ലായിരിക്കാം. എന്നാൽ നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്, നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്, നിന്നെ കരുതുന്നൊരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. ആമൻ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സമ്പൂർണമായി വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവേ, എവിടൊക്കെയോ ആരൊക്കെയോ വീണു പോകാൻ ഞാൻ കാരണക്കാരിയായെങ്കിൽ, ആരൊക്കെയോ ദൈവസാന്നിധ്യം വിട്ട് മാറിപ്പോകുവാൻ ഞാൻ കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ, ഇന്ന് രാത്രി ആമൻ ഞാൻ മടങ്ങി വരുന്നെന്ന് പറയുവാൻ, കർത്താവേ, ഈ ഉണങ്ങിയതിൻ്റെ മേലൊരു കിളിർപ്പ് വെളിപ്പെടുത്തണമേ എന്ന് കരയുവാൻ ആരെങ്കിലും തയ്യാറാണോ? നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ആമേൻ നിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാ. അത്യന്തം പരമായി നിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഐ റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ദൂത് ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ്. നിന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം ആമേൻ അത്യന്തം പരമായി ചിലത് നിന്നിൽ ചെയ്യാൻ പോവുകയാണ്. അവൻ ചിലർക്ക് മുൻപിൽ വാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില കിളിർപ്പുകൾ ഉണ്ടാകട്ടെ. ആമേൻ. പൂക്കട്ടെ, ചിലത് ഫലം കായ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിന്ദിക്കുന്നവരുടെ മുൻപിൽ, പരിഹസിക്കുന്നവരുടെ മുൻപിൽ, അപമാനിക്കുന്നവരുടെ മുൻപിൽ ആമേൻ 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 ഹല്ലേലൂയ. ലജ്ജിപ്പിക്കുന്നവരുടെ മുൻപിൽ ആമേൻ, വാദിക്കുന്നവരുടെ മുൻപിൽ, വെല്ലുവിളിക്കുന്നവരുടെ മുൻപിൽ അടയാളമാക്കി ചിലർ അടയാളമായി മാറാൻ പോകുന്നു, ചിലർ അടയാളമായി മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവേ. ഇന്ന് രാത്രി കാലം സമ്പൂർണമായി പൊന്നുകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അവൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഞങ്ങൾ നടത്തുന്ന കർത്താവ് ദൈവമേ, ആമേൻ. ഉണങ്ങിപ്പോയ വടിയെ കിളിർപ്പിച്ച സാന്നിധ്യം, അതേ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ എവിടൊക്കെയോ ഉണങ്ങിപ്പോയപ്പാ, എവിടൊക്കെയോ ഞങ്ങൾ ഉണങ്ങിപ്പോയി. എന്നാൽ ഇന്ന് രാത്രി ആ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നെ കിളിർപ്പിക്കുന്ന സാന്നിധ്യം, എന്നിൽ പൂവ് വരുത്തുന്ന സാന്നിധ്യം, എന്നിൽ ബദാം ഫലം കായ്പിക്കുന്ന സാന്നിധ്യം, യേശുവിൻ്റെ നാമത്തിൽ ആ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അവൻ 35 ഡിവൈസും ആ സാന്നിധ്യത്തിൽ അവരുടെ വിഷയങ്ങൾ ഏതൊക്കെ ഉണങ്ങിയിരിക്കുന്നോ അതിൻ്റെ മേൽ കിളിർപ്പുകൾ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിൻ്റെ മേൽ ദൈവിക മഹത്വം വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. സാന്നിധ്യം ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെല്ലാവരും അവൻ ഏതൊക്കെ വിഷയങ്ങൾ ഇന്ന് രാത്രി ഈ സാക്ഷ്യ കൂടാരത്തിൽ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ വെച്ചോ, ആ വിഷയങ്ങളെല്ലാം നാളെ ഫലമുള്ളതായി അത്ഭുതമാക്കി അടയാളമാക്കി എൻ്റെ ദൈവം തീർക്കുന്ന അവൻ വലിയതയ്ക്കായി സ്തോത്രം കർത്താവേ. അവൻ ഈ വചനത്തിന് മുമ്പാകെ ഏഴെയും സമ്പൂർണമായി താഴ്ത്തുന്നു. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന
സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.